ഇനിയിപ്പോൾ ഒരു പ്രളയമോ ഉരുൾപൊട്ടലോ ഉണ്ടായി കഴിഞ്ഞാൽ നേരെ ഈ ഓഫ് റോഡ് വണ്ടിയുള്ള ഒരാളെ വിളിച്ചാൽ മതി, ഇവരെല്ലാം വന്ന് സെറ്റാക്കുന്നതാണ് ഇവർ പറയുന്നത്. എവിടെയാണ് നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുക? നമ്മൾ സ്വന്തം വണ്ടിയെ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാം, എന്ത് വേണമെങ്കിൽ കാട്ടാം. ആ വണ്ടീനെ ഈ JCBൻ്റെ ടയറുണ്ട്, കാറിലിടാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അത് നമ്മുടെ പ്രൈവറ്റ് ട്രാക്കിൻ്റെ ഉള്ളിലായിരിക്കണം. അതായത് ഹായ്, ഞാൻ കിരൺ. ഞാൻ കുറച്ച് മുമ്പേ യൂട്യൂബിലൊരു ഷോർട്ട് വീഡിയോ കണ്ട്. ഒന്നുമില്ല, നമ്മുടെ കേരളത്തിൽ 2018 പ്രളയം, 2018 അതിന് ശേഷം പ്രളയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഓഫ് റോഡ് വണ്ടികൾ നമ്മളെ റെസ്ക്യൂ ഓപ്പറേഷൻസിലൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു റീൽ നിങ്ങൾ കണ്ടു നോക്ക്, അതിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ അല്ലയോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ റീൽ ഇവിടെ പ്ലേ ചെയ്യാം. ഹലോ ഗൈസ്, നമ്മുടെ കേരളത്തിൽ പല ഭാഗത്തും ഫ്ലഡ് കയറി കിടക്കാൻ നമുക്കറിയാലോ. അവർക്ക് വേണ്ട ആവശ്യ കാര്യങ്ങളൊന്നും എത്തിച്ചു കൊടുക്കാൻ പറ്റാതെ കഷ്ടപ്പെടാണ് നമ്മുടെ പോലീസും ഫയർഫോഴ്സും. പക്ഷേ 2018 സമയത്ത് ഫ്ലഡ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് പോലീസോ ഫയർഫോഴ്സോ ഒന്നുമല്ല, അത് നമ്മുടെ ഓഫ് റോഡ് വെഹിക്കിൾസ് ഉള്ള നമ്മുടെ കൂട്ടുകാരായിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ ഹെൽപ്പ് ചെയ്ത നമ്മുടെ കൂട്ടുകാർക്ക് കേട്ടില്ലേ? അതായത് 2018 പ്രളയം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് പോലീസോ ഫയർഫോഴ്സോ ഒന്നുമല്ല. ആര്? ഈ മോഡിഫൈഡ് വണ്ടി ഉള്ള ആൾക്കാരാണ് പറയണത്. ശരിക്കും അങ്ങനെയാണോ? പോലീസ് എന്താണ് അല്ലെങ്കിൽ ഫയർഫോഴ്സ് എന്താണെന്ന് ഇവർക്ക് അറിയാഞ്ഞിട്ടാണോ അല്ല ഇനി അറിയാത്ത പോലെ അഭിനയിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. പോലീസും പിന്നെ ഫയർഫോഴ്സും എന്നൊക്കെ പറയുന്നത് അതൊരു നെറ്റ്വർക്കാണ്. മനസ്സിലായില്ലേ? അത് കേരളത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലത്തെ നെറ്റ്വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിലും ഉണ്ട്. മനസ്സിലായില്ലേ? പോലീസിൻ്റെ ഒക്കെ ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞത് ഏറ്റവും വലിയൊരു നെറ്റ്വർക്കാണ് കേരളത്തിലുള്ളത്. അതേപോലെ ഫയർഫോഴ്സും ഇവരൊക്കെ ചേർന്നിട്ടാണ് അന്നത്തെ ആ റെസ്ക്യൂ ഓപ്പറേഷൻസ് സൂപ്പർവൈസ് ചെയ്തതും അത് നടത്തിയതും ഒക്കെ എക്സിക്യൂഷൻ ചെയ്തതൊക്കെ ഇവരും ഫയർഫോഴ്സും പിന്നെ ഈ പോലീസും NDRF പിന്നെ മത്സ്യത്തൊഴിലാളികൾ പിന്നെ ഈ ഓഫ് റോഡ് വണ്ടിയുള്ള ആൾക്കാർ ഇവരൊക്കെ ചേർന്നിട്ട് തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സഹായിച്ചത് പോലീസോ ഫയർഫോഴ്സോ ഒന്നും അല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ പോലീസും ഫയർഫോഴ്സൊക്കെ ഈ നാട്ടിലെന്തിന്? അപ്പോൾ ഇനിയിപ്പോൾ ഒരു പ്രളയമോ ഉരുൾപൊട്ടലോ ഉണ്ടായി കഴിഞ്ഞാൽ നേരെ ഈ ഓഫ് റോഡ് വണ്ടിയുള്ള ഒരാളെ വിളിച്ചാൽ മതി, ഇവരെല്ലാം വന്ന് സെറ്റാക്കുന്നതാണ് ഇവർ പറയുന്നത്. ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമില്ല. അതായത് മിസ്ഇൻഫോർമേഷൻസാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് ഇവർ. ശരിക്കും അവർ ചെയ്ത നല്ല കാര്യം തന്നെയാണ്. ഓഫ് റോഡ് വണ്ടികൾ അന്ന് നോർമൽ വണ്ടി പോകാത്ത സ്ഥലങ്ങളിൽ ഓഫ് റോഡ് വണ്ടി പോയിട്ടുണ്ട്. കാരണം അത് മോഡിഫൈ ചെയ്തിട്ട് അതിൻ്റെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങാത്ത രീതിയിലൊക്കെ ചെയ്തിട്ടാണ് ഈ വണ്ടി പോകുന്നത്. പിന്നെ അതിൻ്റെ വീലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടിട്ട് ഏതും ടെറൈനിൽ കൂടെ ആ വണ്ടികളൊക്കെ പോകും. ശരിയാണ്, അത് ഒരുപാട് ഹെൽപ്പും നമുക്ക് ആയിട്ടുണ്ട്. പക്ഷേ അത് മാത്രമാണ് ഇത് ഫുള്ള് റെസ്ക്യൂ ഓപ്പറേഷൻസിൽ പങ്കെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവും. അപ്പോൾ ഈ പോലീസും ഫയർഫോഴ്സൊക്കെ എന്തിന്? നമ്മൾ കണ്ടത് ചൂരൽമലയിൽ ഉരുൾപൊട്ടിയപ്പോൾ എത്ര ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് അവിടെ ഊണും ഉറക്കവും ഇല്ലാതെ കഷ്ടപ്പെട്ടത്. അവർ മാത്രമല്ല, NDRF കുറേ സംഘടനകൾ ഈ ഓഫ് റോഡ് വണ്ടികളുള്ള ഇവരുടെ ഈ സംഘടനകൾ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഞങ്ങളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാവും? കൂടിപ്പോയി കഴിഞ്ഞാൽ കേരളത്തിലൊരു 100-600 വണ്ടികൾ ഇതിനു വേണ്ടി ഇറങ്ങിയിട്ടുണ്ടാവും. പക്ഷേ പോലീസും ഫയർഫോഴ്സും അങ്ങനെയല്ല. അവരുടെ ഒരു വലിയ നെറ്റ്വർക്കാണത്. അവരിലുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും നമ്മൾ സാധാ പൊതുജനങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. ബാക്കി കൂടി കേൾക്കാം. റിവാർഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്ലഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാ വണ്ടികൾക്കും നിരത്തി ഫൈനായിരുന്നു. കാരണം മോഡിഫിക്കേഷൻ. അങ്ങനെ ഒരു പണി അന്ന് കൊടുത്തുകൊണ്ട് 2026 വന്ന ഫ്ലഡിൽ പല മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടികളും വരാൻ 1-2 പ്രാവശ്യം മടിക്കുന്നത്. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. പിന്നെ ഒരു കാര്യം പറയുന്നത്, അതായത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് കിട്ടിയൊരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻ അടിച്ചു. എന്തിന്? മോഡിഫിക്കേഷന്. ശരിയാണ്, മോഡിഫിക്കേഷന് റോട്ടിലിറങ്ങി കഴിഞ്ഞാൽ ഫൈൻ ഇടും. മോഡിഫിക്കേഷന് എവിടെയാണ് നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുക? നമ്മൾ സ്വന്തം വണ്ടിയെ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാം, എന്ത് വേണമെങ്കിൽ കാട്ടാം. ആ വണ്ടീനെ ഈ JCBൻ്റെ ടയറുണ്ട്, കാറിലിടാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അത് നമ്മുടെ പ്രൈവറ്റ് ട്രാക്കിൻ്റെ ഉള്ളിലായിരിക്കണം. അതായത് ഒരു പൊതുസ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾ ആ വണ്ടി പാലിച്ചിരിക്കണം. കാരണം അതിൻ്റെതായ സേഫ്റ്റി കൺസേൺസിലൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ സൈലൻസർ മുറിച്ച് മാറ്റിയിട്ടും പിന്നെ വീതിയുള്ള ടയർ ഇട്ടിട്ടൊക്കെ നമ്മൾ ഈ പൊതു നിരത്തി വരുമ്പോൾ പൊതു റോഡുകളിൽ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സും ഉണ്ടാവും, ഇന്നലെ പഠിച്ചിറങ്ങിയ ഡ്രൈവേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇതൊന്നും റോട്ടിലിറങ്ങാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. പിന്നെ ഈ കസ്റ്റമൈസ് ചെയ്ത് ഈ മോഡിഫൈ ചെയ്തൊക്കെ വരുന്ന വണ്ടികളുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്തായാലും മാറിയിട്ടുണ്ടാവും. ഈ കമ്പനികൾ
ഒരു വണ്ടി മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പല രീതിയിൽ ക്രാഷ് ടെസ്റ്റും പല രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് അത് നിരത്തിലിറക്കുന്നത്. അല്ലെങ്കിൽ നിരത്തിലിറക്കാൻ പറ്റില്ല, കാരണം ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട് ഇതിനൊക്കെ. പക്ഷേ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റി പണിയാം, നമ്മുടെ ഇഷ്ടത്തിന് അതൊരു ആർട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മാറ്റാം. ശരിക്കും എന്താണ് മോഡിഫിക്കേഷൻ ഒരു കലയാണ്, ഓക്കെ ആയിക്കോട്ടെ, അതൊരു കല ആയിക്കോട്ടെ, അങ്ങനെ മാറ്റാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം, ലൈറ്റ് പിടിപ്പിക്കാം, എന്ത് വേണമെങ്കിൽ അത് പിടിപ്പിക്കാം നമുക്ക്. പക്ഷേ അതൊരു പൊതു നിരത്തിൽ ഇറക്കുമ്പോഴാണ് പ്രശ്നം. നമ്മുടെ സ്വന്തം സ്ഥലം ഉണ്ടെങ്കിലോ സ്വന്തം ട്രാക്ക് ഉണ്ടെങ്കിലോ അവിടെ എന്ത് വേണമെങ്കിൽ കുത്തി മറിയാൻ നമുക്ക് എന്ത് അവകാശമുണ്ട്. പിന്നെ റോഡിലിറങ്ങിക്കഴിഞ്ഞാൽ ഫൈൻ അടിച്ച് എന്നെ പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി ഷോ ഓഫ് കാണിക്കാനോ അല്ലാതെ ഒരു റീൽ എടുക്കാനോ വേണ്ടിയിട്ടില്ല. പല ആൾക്കാർക്കും സഹായിക്കണം എന്നുള്ള ഒറ്റ മനസ്സുകൊണ്ട് മാത്രമാണ്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ കാണുന്ന വീഡിയോ. നമ്മൾ കേരളത്തിന് വേണ്ടി കസ്റ്റം ബിൽഡ് ചെയ്തെടുത്ത ഈ ഒരു ഹമ്മർ ഇപ്പൊ ഇറക്കേണ്ട സമയം വന്നിരിക്കുകയാണ്. ഈ വണ്ടിയുമായി കേരളത്തിലെ ഏത് ദുരിത പ്രദേശങ്ങളിലും രക്ഷാപ്രവർത്തനം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. പിന്നെ പറയുന്ന കാര്യം, അന്നങ്ങനെ ഫൈൻ അടിച്ച് കൊടുത്തതുകൊണ്ട് ഇപ്പോൾ വരാൻ മടിക്കുന്നു. സഹായിക്കാൻ മനസ്സുള്ള ആളാണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വരും. അത് സഹായിക്കാനുള്ള മനസ്സ് വേണം. അല്ലാതെ ഇവർ പറയുന്നത് ഞങ്ങൾ എന്താണ് ഷോ ഓഫ് കാണിക്കാനല്ല റീലെടുക്കാനല്ല വന്നതെന്ന്. അങ്ങനെ അല്ലെങ്കിൽ സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.